നമസ്കാരം. രാഹുലാണ് ചർച്ച. രാഹുലിന് ഒരു യുവതിയെ പ്രഗ്നന്റ് ആക്കണം. അപ്പോ ഈ ഒരു സംഭവം രാഹുലിനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണം അങ്ങ് എടുക്കാം എന്ന് ആരെങ്കിലും ദുസ്വപ്നം കണ്ടിട്ടുണ്ടോ? അതാണോ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ചാറ്റ്? എനിക്കൊന്ന് പ്രക്ഷോഭം എന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ വേണ്ടി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വ്യക്തമായി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയെന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായിരുന്നു അത്? ഈ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ചാനലിൽ. അപ്പോൾ അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു ടൈറ്റിൽ കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഓർത്ത് എന്താ സംഭവം ഇങ്ങനെ ചോദിച്ച് രാഹുൽ ഈശ്വറിനെ വിളിക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറയുകയാണ്, ഞാനതൊന്ന് ട്വിസ്റ്റ് ചെയ്തതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യണം, ഞാൻ കാത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത്. മറ്റേ എമ്പുരാനിലെ ഒരു സീൻ വെച്ചിട്ടാണ് പുള്ളി അതിനെ പറയുന്നത്. അതായത് മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അപ്പോൾ മഞ്ജു വാര്യർ പറയുന്നു, എൻ്റെ കയ്യിൽ വിലങ്ങണിയിച്ചു കൊണ്ട് പോകൂ. അപ്പോഴത്തേക്ക് എതിർ പാർട്ടിക്കാരൻ ഒരാൾ ഈ ടി വിയിലെ ദൃശ്യം കണ്ടിട്ട് അയ്യോ വെക്കല്ലേ എന്ന് പറയുന്ന ഒരു സീനുണ്ടല്ലോ. അതാണ് കാരണം. രാഹുൽ ഈശ്വറിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചാൽ അത് അയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബൂസ്റ്റപ്പ് ആകുകയാണ് ചെയ്യുന്നത്, ജനപിന്തുണ കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ CPM-കാര് എന്ത് പണിയെടുത്താലും ഉൾട്ടയായിട്ടല്ലേ വരാറുള്ളൂ സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പ്രതിപക്ഷത്തുനിന്ന് അവരുടെ ഒരു നേതാവിനെ ഇത്രത്തോളം പൊക്കാൻ അവർ പണിയെടുക്കുന്നില്ല. പക്ഷേ ഇവിടെ CPM-കാർ അതിനുവേണ്ടി അങ്ങ് പണിയെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ രാഹുൽ വിഷയം സംസാരിക്കുമ്പോൾ പലരും ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നുണ്ട്, നാണമില്ലേ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ്, അല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കം മുതൽ തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്. അതിനെ ഈ പൊതുമധ്യത്തിൽ കൊണ്ടുവന്നിട്ട് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. അതിൽ തെറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു, അതിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. പക്ഷെ അത് തെളിയിക്കപ്പെടട്ടെ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണല്ലോ അത് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ. ഇപ്പോൾ ശബരിമല കൊള്ളയിൽ തന്നെ ഇവരുടെ CPM-ന്റെ നേതാക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോടതി പോലും ദേവസ്വം ബോർഡ് കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ ഒരു കേസിൽ പോലും CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? അറസ്റ്റ് അല്ലേ നടന്നിട്ടുള്ളൂ, അതെല്ലാത്തിൻ്റെയും അവസാനമല്ല, അന്വേഷണം നടക്കട്ടെ. അത് തന്നെയാണ് കോടതി പറയട്ടെ. തൊട്ടിപ്പുറത്ത് അവർ ഇത് തന്നെയാണ് പറയുന്നത്, അന്വേഷണം നടക്കുകയാണല്ലോ, സർക്കാരിൻ്റെ ഏജൻസി ആണല്ലോ അന്വേഷിക്കുന്നത്, അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ആ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറായിട്ടില്ല. ഇത് നമ്മളൊരു 100 തവണ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഇത് പറയേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആര് പറഞ്ഞു? പുറത്ത് വരുന്ന പല വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവിടെയാണ് വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്നത്. ആ പെൺകുട്ടി ഈ പറയുന്ന പരാതിപ്പെടാൻ തയ്യാറാണ് എന്ന് പറയുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തയ്യാറാകുന്നു. മാധ്യമങ്ങളാണ് ആ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിക്കുന്നത്. അപ്പോഴും പറയുന്നുണ്ട്, എന്നാൽ നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. എവിടെ നിന്നാണ് ആ പെൺകുട്ടി പരാതിപ്പെടാൻ പോകുന്നു എന്ന് ഈ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടിയത്? ആ പെൺകുട്ടി എവിടെയും പ്രതികരിച്ചിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണെന്ന്. അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് ഒരു പരാതി കൊടുത്തതായിട്ട് ഇതുവരെയും നമുക്കറിയില്ല. രാഹുലിന്റെ മനസ്സിൽ ഇപ്പോഴും മുടക്കി കിടക്കുകയാണ് അവളുടെ മനസ്സ് എന്ന് പറഞ്ഞ് എഴുതിയ മാധ്യമ പ്രവർത്തകർ നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുവഴി ലീക്കായതാണോ എന്നും അറിയില്ലല്ലോ. അതാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമല്ലേ അത് പൊതുമധ്യത്തിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ലല്ലോ. പരാതി കൊടുക്കുന്നെങ്കിൽ അവർ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പരാതി കൊടുക്കുന്നു, പിന്നെ അയാൾക്കെതിരെ നടപടിയെടുക്കുകയല്ലേ വേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ എവിടെ നിന്നൊക്കെയോ, അതായത് ആ പെൺകുട്ടി പോലും അറിയാതെ പല കാര്യങ്ങളും ലീക്കായി പുറത്തു പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആരൊക്കെയോ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഈ വിഷയം വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടാത്ത ഒരു തെളിവ് ഇപ്പോൾ മാത്രം എവിടെ നിന്ന് ഇവർക്ക് കിട്ടുന്നു? അത് ചോദ്യമാണ്. MV ഗോവിന്ദൻ മുൻപ് ഈ വിഷയത്തിൽ, അതായത് മുൻപ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത സമയത്ത് MV ഗോവിന്ദൻ പ്രതികരിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, കേരളം ഞെട്ടുന്ന പലതും പുറത്തു വരുമെന്ന്. അന്ന് എന്തുകൊണ്ട് MV ഗോവിന്ദൻ കേരളം ഞെട്ടുന്നത് ഒന്നും പുറത്തു വിട്ടില്ല? ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മാത്രം പുറത്തു വിടുന്നതിന് പിന്നിലെ ചേതോ വികാരം എന്താണ്? സ്ത്രീ സുരക്ഷയാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന് പറയുന്ന ആൾക്കാർ അന്ന് ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു തെളിവുണ്ടായിട്ട് എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല? അന്ന് സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത് എന്താണ്? തിടുക്കപ്പെട്ടൊരു അറസ്റ്റ് വേണ്ട,
തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് വേണ്ട, കുറച്ചും കൂടി അന്വേഷണം മുൻപോട്ട് പോകട്ടെ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോലും നടപടിയെടുത്തത്. അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ്? അതിൽ രാഹുലിനെ കൊടുക്കാൻ തക്കതായിട്ടൊന്നുമില്ല. ഇവരുടെ ഒരു എതിരാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പക വീട്ടാനാണെങ്കിൽ ആവശ്യത്തിലധികം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. PV എന്ന് പറയുന്നത് പന്ന വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് ഇവരുടെ DYFI പൊതിച്ചോറ് കൊടുക്കുന്നതിൻ്റെ പിന്നിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇവിടെ ആർക്കും അറിയാത്തതല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പ്രതികരിച്ച ആളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇവർക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകാം. പക്ഷേ കോടതിയിൽ കൊണ്ട് നിർത്തുമ്പോൾ പണി വാളും. അവിടെയാണ് പ്രശ്നം. കോടതിയിൽ ഈ പറയുന്ന രാഷ്ട്രീയം കളിയോ ഇവരുടെ പകപോക്കലോ ഒന്നുമല്ല. അവിടെ തെളിവുകൾ വേണം. കൃത്യമായ തെളിവുകളില്ല. അത് കൃത്യമായി ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന് അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ അന്വേഷണത്തിൽ ഒന്ന് ലാഗ് അടിപ്പിച്ചത്. അല്ല, ഈ ഫോറൻസിക് സംഘം ഒക്കെ ഇറങ്ങിയിരുന്നല്ലോ ഇടയ്ക്ക്. ഈ പുറത്തു വന്ന എഡിറ്റഡ് അല്ലാത്ത ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ പരിശോധിക്കാനെങ്കിൽ ഫോറൻസിക് സംഘം വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ റിസൾട്ട് എവിടെ എന്ന ചോദ്യത്തിൽ ആർക്കും ഒരു ഉത്തരമില്ല. ഒപ്പം അതുപോലെ തന്നെ ഈ അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്തായി, അതിന് ആർക്കും ഒരു ഉത്തരവില്ല. ഈ പറയുന്ന പെൺകുട്ടി എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിന്റെ 15 വയസ്സ് മുതൽ 70 വയസ്സ് വരെ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എന്ന് പറയുന്ന ആ ഒരു ടൈം ലേബൽ അത് മാറ്റി, ഒരു ഏജ് ലേബൽ മാറ്റി കൃത്യമായി പെൺകുട്ടി എന്ന് പോലും പറയാനുള്ള ഗട്സ് ഇത്രയും നാളായിട്ടായിട്ടില്ല. ഇനി കഴിഞ്ഞ ഒരു മാസത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രാഫ് ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ മാസം മുതലാണ് ഈ പുഞ്ചിരി അല്ലെങ്കിൽ സ്മൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില യുവ നടികളെ ഇറക്കുന്നു. നല്ല പദ്ധതി തന്നെയാണ്. അദ്ദേഹം ഇനി എന്തുകൊണ്ടോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം കൊണ്ടുവന്ന ആ MLA പദ്ധതി എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയാണ്. അത് പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള 8 കുടുംബത്തിൽ, ദരിദ്രമുക്ത കേരളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ദരിദ്രരായിട്ടുള്ള 8 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് ഈ ഷൈജു കുറുപ്പ് അടക്കമുള്ളവർ ആദ്യം വരുന്നുണ്ട്, അഭിലാഷ് പിള്ള എന്നിവരൊക്കെ തന്നെ തറക്കല്ലിട്ട് പോയി. പക്ഷേ ഒരു യുവ നടി വന്നപ്പോൾ അത് വലിയ ഇഷ്യൂ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന. ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടി വന്നു, ഒപ്പം ഇരുന്നു, ചായ കുടിച്ചൊക്കെയാണ് അവരുടെ പ്രധാന പ്രശ്നം. അല്ലാതെ ഈ പദ്ധതിക്ക് വന്നു അല്ലെങ്കിൽ പദ്ധതി എത്രത്തോളം നല്ലതാണ് അതിനെക്കുറിച്ച് ആർക്കും ഒരു വാർത്ത കൊടുക്കാനില്ല. പിന്നീട് വന്നത് അനുശ്രീയാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രാഫ് പതിയെ ഈ കുപ്പത്തൊട്ടിൽ നിന്ന് വീണ്ടും ഉയരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കണ്ടു തുടങ്ങിയത്. സ്മൈൽ പദ്ധതി വാർത്തകൾ ഇടം പിടിക്കുന്നു. അദ്ദേഹം എവിടെ ചെന്നാലും മാധ്യമങ്ങൾ കൂടെ പോകുന്നു. ഒപ്പം അദ്ദേഹം കുട്ടികൾക്ക് അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം പോകുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിൽ സജീവ പ്രവർത്തകനായിരുന്നു. ഒപ്പം നോക്കുകയാണെങ്കിൽ പല കോൺഗ്രസ് നേതാക്കളുമായി കാണുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുകയാണ്. മുസ്ലിം ലീഗും ഒക്കെ തന്നെ അദ്ദേഹത്തെ ചർച്ച നടത്തുന്നു. മന്ത്രിമാരടക്കമുള്ളവരുമായി ശിവൻകുട്ടിയായിട്ട് വേദി പങ്കിടുന്നു. മറ്റ് മന്ത്രിമാരടക്കമുള്ളവരുമായി വേദി പങ്കിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ KPCC പറയുന്നുണ്ട് രാഹുൽ പ്രചരണത്തിന് ഇറങ്ങരുത് എന്ന് KPCC പറയുന്നുണ്ട്. മണ്ടൻ തീരുമാനം എന്നേ ഞാൻ പറയുകയുള്ളൂ. KPCC പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ വരണമെന്ന് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ പറയുകയാണ്. രാഹുലിനെ MLA ഓഫീസിൽ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങുന്ന പല സ്ഥാനാർത്ഥികളും അവിടെ ഇപ്പോഴും ഉണ്ട്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങുമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട്. ഇങ്ങ് തിരുവനന്തപുരത്ത് മുട്ടട മണ്ഡലത്തിലുള്ള വൈഷ്ണയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ശബ്ദമുയർത്തിയിരുന്നു. പല കോൺഗ്രസ് നേതാക്കളും ശബ്ദമുയർത്താതിരുന്ന സാഹചര്യത്തിൽ പോലും. അങ്ങനെ ഗ്രാഫ് വളരെ വലിയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പണി വരുന്നത്. ഈ ഒരു പണി രാഹുൽ മാങ്കൂട്ടത്തിനിട്ട് പ്രതിപക്ഷം വെച്ചതാണോ CPM വെച്ചതാണോ? അത് എവിടുന്ന് വേണമെങ്കിലും വരാം. കാരണം രാഹുലിന് സ്വന്തം പാളയത്തിൽ തന്നെ പടയുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ പ്രഗത്ഭരായിട്ടുള്ള കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നു. അതിൽ മറ്റേ ഷൈജു കുറുപ്പ് വന്നപ്പോഴത്തേക്ക് ആർക്കും പ്രശ്നമില്ല. പക്ഷേ തൻവിയും ഇതുപോലെ അനുശ്രീയും വന്നപ്പോഴായിരുന്നു അതിൻ്റെ ഒരു അർത്ഥതലം അങ്ങ് മാറ്റി. അതായത് രാഹുലിനൊപ്പം ഇടുകിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിലേക്ക് അത് ഈ CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോയ ഒരിതാണ്. അവർ പറഞ്ഞതും അതായത് ഒരു പെർവേർട്ടാണ് ഈ പറയുന്ന രാഹുൽ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അനുശ്രീയും തൻവിയും ഒക്കെ വന്നതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ പറയുന്ന ഈ CPMന്റെ സൈബർ ഗ്രൂപ്പ് എന്താണ് കാണിക്കുന്നത്? ഇതേ സൈബർ ഗ്രൂപ്പാണ് ഈ യുവതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതെ, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ സ്ത്രീകളെ അങ്ങ് ചീത്ത വിളിക്കും, അവരെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയും, പക്ഷേ ഇരകളെ ഞങ്ങൾ സംരക്ഷിക്കും. ഇത് ശരിക്കും ഈ പറയുന്നത് ഇവരുടെ ഒരു ആട്ടിൻതോലിട്ട ചെന്നായി എന്ന് പറയുന്നില്ല, ആ ഒരു മുഖമാണ് നമ്മൾ
എത്ര ഈ പുഞ്ചിരിച്ച് കാണിച്ചാലും നല്ലവനാകാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡ് ചില സമയത്ത് പുറത്തു വരുമല്ലോ. അതാണ് ഈ രീതിയിലൊക്കെ പുറത്തു വരുന്നത്. രാഹുൽ ഈശ്വറിന്റെ വയറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാട് എങ്ങനെയാണ്, ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്? രാഹുൽ ഈശ്വർ ആദ്യം തൊട്ടെടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട്. അതായത് തെളിവ് കൊണ്ടുവരൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞാനത് കോടതിയെ ബോധിപ്പിച്ചു കൊള്ളാം, എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരെ ബോധ്യപ്പെടുത്തിയാൽ മതി, ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി, എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, ഞാൻ കോടതിയിൽ എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞുകൊള്ളാം. അത് തന്നെയല്ലേ, അതാണ് ഒരു ജനപ്രതിനിധി സ്വീകരിക്കുന്ന ഏറ്റവും മാന്യമായ രീതി. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാമല്ലോ. കാരണം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകളുമായിട്ട് വളരെ മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ എതിർക്കേണ്ട ഒരാളാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുരുഷ കമ്മീഷൻ്റെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിനെ എതിർത്ത ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ എനിക്ക് അദ്ദേഹത്തോട് വിദ്വേഷം തോന്നാനായിരുന്നുവെങ്കിൽ എനിക്കും ഈ വിഷയം എടുത്തിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. നമുക്ക് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷേ ഈ ഗർഭം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് എല്ലാ കാലത്തും അതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല, അത് കഴിഞ്ഞു. നമ്മൾ ഇന്നലെ ഒരു ചർച്ചയിലും പറഞ്ഞതാണ്, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പൊതുവികാരം മാറിയിട്ടുണ്ട്, അവർക്ക് ഉറപ്പായിട്ടും. അപ്പോൾ ഓരോ ടോപ്പിക്കിനോടും അവരുടെ സമീപനമേ മാറിപ്പോകുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ആ പറയുന്ന പെൺകുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കുക, എന്താ ഈ കുട്ടി പോകുന്ന സമയത്ത് അറിഞ്ഞിരുന്നില്ലായിരുന്നോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും അവർ പറഞ്ഞ ബൈറ്റ് ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഓർക്കാൻ ഭയപ്പെടുന്നു. അതായത് ആ വോയിസിനകത്ത് അവർ പറയുന്നുണ്ട്, എന്റെ അമ്മയെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു എന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിൽ പലരും ചോദിക്കുന്നു, എന്താ ഇത് ആദ്യം പോയി അറിഞ്ഞില്ലായിരുന്നോ എന്ന് പോലും ചോദിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ. അതായത് രണ്ട് വശവും ആൾക്കാർ ഇപ്പോൾ നോക്കുന്നുണ്ട്. അവിടെയാണ് സീമാജി നായർ പറഞ്ഞൊരു ഇതുണ്ട്, അതായത് പുരുഷന് മാത്രമായിട്ട് എങ്ങനെയാണ് തെറ്റ് സംഭവിക്കുക, ഇതൊരു പീഡന കേസല്ല. രണ്ട് വ്യക്തികൾ അവർ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, പ്രണയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നടന്ന ഒരു കാര്യമാണ്. അതിൽ പുരുഷൻ മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാകുന്നത്? പീഡന കേസിലും നമ്മളൊരു ഇത് ഇടേണ്ടിയുണ്ട്. കാരണം രണ്ടുപേർ പരസ്പര സമ്മതത്തോട് വിവാഹം കഴിക്കുന്ന വാഗ്ദാനത്തോടു കൂടി പീഡിപ്പിച്ചതിന് ശേഷം പീഡനം എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കരുത്, അല്ലെങ്കിൽ കരഞ്ഞു വിളിക്കരുത് എന്ന് കോടതി പോലും ഓടിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത്, കോടതിക്ക് മുൻപിൽ ഈ കേസ് എത്തിക്കഴിഞ്ഞാൽ കോടതി തന്നെ വലിച്ചു കീറി കളയുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വറും പറയുന്നത്, സീമാജി നായരുടെ അതേ വാക്കുകളാണ് രാഹുൽ ഈശ്വറും പറയുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്ന കാര്യമാണ്. അവർ പരാതിപ്പെടുന്നെങ്കിൽ അവർ പോയി പരാതിപ്പെടട്ടെ. ഇവിടെ നമ്മൾ ഇതൊരു വലിയ വിഷയമാക്കി മറ്റ് പ്രധാന വിഷയങ്ങൾ മുക്കാൻ നിൽക്കുകയല്ല വേണ്ടത്. കാരണം ഇന്നലെ ഈ ഒരു ഓഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ ശബരിമല കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് മങ്ങിപ്പോയി. അപ്പോൾ ഇത് കത്തിച്ച് നിർത്തണം എന്നുള്ള ഒരു നീക്കം എവിടെയോ നടന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത്, കാരണം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ തെറി വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇപ്പോഴും അത് തന്നെ പറയുന്നു. പക്ഷേ സത്യം തെളിയട്ടെ. ഒരു ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ കേരളമാണ് ഇത്. അപ്പോൾ എല്ലാ കാലത്തും ഈ രാഷ്ട്രീയക്കാരെ ഇതുപോലെയുള്ള ഗർഭം കാണിച്ച് വേട്ടയാടുന്ന ഒരു രീതിയെ ഇനി ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. കൂടുതൽ സ്ഥാനത്ത് നാളെ ശിവൻകുട്ടിയെ പറഞ്ഞാലും മുഖ്യമന്ത്രിയെ പറഞ്ഞാലും മറ്റാരെ പറഞ്ഞാലും റിയാസിനെ അടക്കം പറഞ്ഞാലും നമ്മൾ ഇതുപോലെ തന്നെ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കും. അതായത് തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് അന്വേഷണം സത്യസന്ധമായി നടക്കണം. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ രാഹുൽ തെറ്റുകാരനാണെങ്കിൽ പോലും അയാളെ രക്ഷിക്കുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾക്കിടയിൽ അയാളുടെ ഒരു ഗ്രാഫ് വളരെ വലിയ രീതിയിൽ ഉയർന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാൾ തെറ്റുകാരനാണെങ്കിലും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായി പോകും. അതുകൊണ്ട് അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ. ഇതിനിടയ്ക്ക് ആ പെൺകുട്ടി പരാതിപ്പെടുന്നെങ്കിൽ പരാതിപ്പെടട്ടെ. പക്ഷേ ആ പെൺകുട്ടിയെയും വേട്ടയാടുന്ന, അല്ലെങ്കിൽ ആ പെൺകുട്ടി വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിൽ പുറത്തേക്ക് പോകുകയാണ്. ആ ഒരു സമീപനം വളരെ തെറ്റാണ്. അപ്പോൾ അതിനൊക്കെയാണ് തടയിടേണ്ടത്. തീർച്ചയായിട്ടും ബ്രേക്കിംഗ് ന്യൂസുകളാക്കി പലരും പറഞ്ഞ പല കാര്യങ്ങൾ സത്യത്തിൽ ആ കുട്ടിയുടെ മാനസിക നില എത്രത്തോളം തെറ്റിക്കുന്നു. രണ്ടുപേരും ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് പറഞ്ഞ് സമാധാനിച്ച സോൾവ് ആക്കേണ്ട വിഷയം ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ, രാഷ്ട്രീയ ഭാവിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാക്കി മാറ്റുന്നിടത്താണ് പ്രശ്നം ആരംഭിക്കുന്നത്. രാഹുലിനെ ഇതോടുകൂടി വലിച്ചു കയറാമെന്ന് വിചാരിച്ച് പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ നഖവും ആ ആയുധവും ഒക്കെ തന്നെ എടുത്തെടുത്ത് കൊണ്ടുവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തായിരിക്കും
ഇനി വരാൻ പോകുന്ന ട്വിസ്റ്റ് എന്ന് നമുക്ക് കണ്ടറിയാം. നേരത്തെ പറഞ്ഞ പോലെ മെഗാസ് പരമ്പര പോലെ ഈ ഓഡിയോ ക്ലിപ്പുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ ഇതും നീണ്ടു പോകുമോ എന്ന് കണ്ടറിയാം. കാത്തിരുന്ന് കാണാം. മറ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.